Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് മെയിൻ പേപ്പേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫോർത്തിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ പറയാനുള്ളത് റിസർച്ച് മെത്തഡോളജിയിൽ നമുക്ക് SA 4 ചോദ്യങ്ങളിൽ 3 തിയറി ചോദ്യങ്ങളും ഒരു പ്രോബ്ലം ആണ് വരാറ്. സോ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള QTയിലത്തെ ആ പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാം, അതിലോട്ട് ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ തിയറിയിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, പ്രോബ്ലം സ്കിപ്പ് ചെയ്താലും നമുക്ക് അപ്പുറത്ത് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, പാർട്ട് ബിയിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ബട്ട് അവിടെ തിയറി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ, തിയറി മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതിയോ അതല്ല പ്രോബ്ലം കൂടി നോക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വലിയ സബ്ജക്റ്റാണ്. സോ എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ പ്രോസസ്സാണ്. ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. സോ എന്നാലും നമ്മളതൊന്ന് സജഷനായിട്ട് നൽകുകയാണ്. റിസർച്ച് പ്രോസസ്സ് എന്താണ്? എക്സ്പ്ലെയിൻ റിസർച്ച് പ്രോസസ്സ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എന്തെങ്കിലും നോക്കി വയ്ക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, സെൻസസ് സർവേ എന്താണ്? ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. സോ ബേസിക്സ് ആണ് അല്ലേ, ഈസിയസ്റ്റ് ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും നോക്കി വയ്ക്കുക. വരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ സെൻസസിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കും കൂടി ഇപ്പോൾ മെൻഷൻ ചെയ്യുകയാണ്, സാമ്പിളിങ്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുള്ളതാണ്, ഞാൻ സെപ്പറേറ്റ് നൽകാം. സാമ്പിളിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, റാൻഡം സാമ്പിളിങ് അല്ലേ, പ്രോബിലിറ്റി ഉണ്ട്, നോൺ പ്രോബിലിറ്റി ഉണ്ട്. ചില സമയത്ത് സെൻസസും സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസും വരാറുണ്ട്, അപ്പോൾ അതും കൂടി നോക്കി വയ്ക്കുക കേട്ടോ. എന്താണ് സെൻസസ് ആൻഡ് സാമ്പിളിങ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ സെൻസസ് അതുപോലെ തന്നെ സാമ്പിളിങ്, ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നോക്കുക, റിപ്പീറ്റായിട്ട് കണ്ടുവരാറുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഈസിയസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് സോഴ്സസ് ഓഫ് ഡാറ്റ. അതിൽ നമുക്കറിയാം പ്രൈമറി ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, സോ ഡാറ്റ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ചില സമയത്ത് അത് 2 വെയിറ്റേജിൻ്റെയിലേക്കും ചിലപ്പോൾ 3 വെയിറ്റേജിൻ്റെയിലേക്കും വരാം. ദെൻ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണ പല മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും സെപ്പറേറ്റ് ഒരു മെത്തേഡ് എടുത്ത് ചോദിക്കാറുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനെയർ. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് used in questionnaire. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒബ്സർവേഷനും ഉണ്ട് പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിൽ. ക്വസ്റ്റ്യനെയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് നോക്കി വയ്ക്കുക കേട്ടോ.
ഇനി നെക്സ്റ്റ് 4 ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നിർബന്ധമായി നോക്കി വയ്ക്കുക, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഹൈപ്പോത്തസിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. അത് 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, അതുപോലെ തന്നെ 5 വെയിറ്റേജ്, 3 പാർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലും കേട്ടോ. സോ ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് റിസർച്ച് റിപ്പോർട്ട്. അത് നമുക്ക് ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ കണ്ടൻസ്, ലേഔട്ട് വരാറുള്ളതാണ്, എന്തെങ്കിലും നോക്കാം. ഓക്കെ, അപ്പോൾ തിയറി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം നൽകി. ഇനി പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എനോവ, അതല്ലെങ്കിൽ കോറിലേഷൻ, കോഷ്യന്റ് ഓഫ് കോറിലേഷൻ, കാൾ പിയേഴ്സിൻ്റെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വരാറുള്ളതാണ്. ദെൻ കൈ സ്ക്വയർ വരാറുണ്ട്, കൈ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഈ 2-3 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നത്. അനോവ, കോറിലേഷൻ, കൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 4 എസ്സേക്ക് ഒരുപാട് സജഷൻസ് നമുക്ക് വേണമെങ്കിൽ നൽകാം. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഇപ്പം നൽകിയിട്ടുള്ളത്. ഇതല്ലാണ്ട് ഒരെണ്ണം കൂടി പറയാനുള്ളത്, അത് സാധാരണ ചിലപ്പോൾ പാർട്ട് ബിയിലും വരാറുണ്ട്, അതും കൂടി നൽകാം. എക്സ്പ്ലെയിൻ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. ഓക്കെ, പലതരത്തിലുള്ള റിസർച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എസ്സേ ഒരു 4 എസ്സേക്കുള്ള സജഷൻസ് നൽകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും ഞാൻ പറയണു റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രോബ്ലവും 3 തിയറിയാണ്. ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അനോവ, കോറിലേഷൻ, കൈ സ്ക്വയർ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളത് ഇതാണ്. കൈ സ്ക്വയർ ചില സമയത്ത് പാർട്ട് ബിയിലാണ് വരാറ്. ദെൻ വാരിയൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, അങ്ങനത്തെ ഈ പ്രോബ്ലംസ് ഒക്കെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെയാണ് നമുക്ക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സബ്ജക്റ്റിലുള്ള. ദെൻ തിയറി ഏരിയയിലോട്ട് പോകുമ്പോൾ റിസർച്ച് പ്രോസസ്സ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഉണ്ടാവും എന്നുള്ള അറിയില്ല, ബട്ട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നോക്കി വയ്ക്കുക. സെൻസസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, സാമ്പിളിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്, ദെൻ സാമ്പിളിങ്ങും ഈ പറയുന്ന സെൻസസ് നമ്മളുടെ ഡിഫറൻസ്, സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി. ദെൻ ഈ പ്രൈമറി ഡാറ്റയിൽ തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യനെയറിൻ്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് ഒബ്സർവേഷനാണ്. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളുടെ ഡിഫറൻസ്, ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, റിസർച്ച് റിപ്പോർട്ട് അതിൻ്റെ ലേഔട്ട് റിപ്പീറ്റ് ആണ്, ദെൻ പ്രോബ്ലത്തിൻ്റെ കേസ് പറഞ്ഞു, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്സേ ചോദ്യങ്ങൾ. ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പറയുന്നത് ആദ്യത്തെ ഒരു 5 ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, പിന്നെ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ശരിക്കും എസ്സേക്ക് ഇനിയും ഒരുപാട് സ്കോപ്പുള്ള ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്ര ഏരിയാസ് നോക്കാം, നമുക്ക് എന്തായാലും 2 എണ്ണം കിട്ടാൻ ഇത്ര മതിയായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റിസർച്ച് മെത്തഡോളജിയിൽ എസ്സേ പാർട്ട്. ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.